ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്ന കുറച്ച് ടെക് ന്യൂസുകളാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ഇപ്പോൾ ആക്ച്വലി നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് 9 ഒരു 8000 രൂപീസാണ് നമുക്ക് വാങ്ങിക്കാനുള്ള ഡീൽ ആക്ച്വലി നമുക്ക് വന്നിട്ടുണ്ട്. ആമസോണിലാണ് ഡീൽ വന്നേക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയാട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഉണ്ടാക്കി പറയാമല്ലോ, നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഗാഡ്ജറ്റ് നോവലൊക്കെ വന്നേക്കുന്ന ഒരു ന്യൂസ് സംഭവമാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും ആപ്പിൾ വാച്ച് സീരീസ് 9 എന്ന് പറയുന്നത് അവർ ലോഞ്ച് ചെയ്തേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 40 ഒരു മിനിറ്റ് എത്രയായിരുന്നു 41,000 തൊട്ട് 45,000 ആയിരുന്നു. ഡിപ്പെൻസ് അപ്പോൺ ദ സൈസാണ്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഈ ഓഫറിൽ എങ്ങനെ വാങ്ങിക്കാതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സീരീസ് വാച്ചിന് ഒരു 45mm വാച്ച് GPS വെർഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആമസോണിൽ ഇപ്പോൾ പ്രൈസ് വരുന്നത് 44,900 രൂപീസാണ്. നമുക്കതിൽ ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതായത് പ്രൈസ് ഡ്രോപ്പ് ടു 37,999 ആയിട്ട് വരുന്നുണ്ട്. അതും പോരാണ്ട് നമുക്കിപ്പോൾ നിങ്ങളുടെ ഓൾഡ് സ്മാർട്ട് ഫോൺസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് സ്മാർട്ട് വാച്ചിൻ്റെ കൂടെ തരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് അപ് ടു 27,550 വരെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് തരുന്നുണ്ട്. അതായത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് 10,500 നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അതും പോരാണ്ട് നിങ്ങളുടെ ഒരു ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് അപ് ടു 2,500 രൂപ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8,000 രൂപീസിന് സാധനം കിട്ടാനുള്ള ഒരു ഡീല് നമുക്ക് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല, അത് ആക്ച്വലി ഇതിൻ്റെ ന്യൂസും സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് വന്നേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഇതുപോലത്തെ വീഡിയോസ് വരുമ്പോൾ കുറേ പേര് പറയുന്നു ചുമ്മാ എന്താ പറയുക ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഫേക്ക് നിങ്ങൾക്ക് ഞാൻ ഗാഡ്ജറ്റ് അവൻ്റെ സൈറ്റിൽ വന്നിങ്ങനെ ന്യൂസാണ് കേട്ടോ. ഒന്ന് ഫോക്കസ് ആയി കൊടുക്കുക സോണിയെ. ഇതാ എൻ്റെ ഫേസ് കാണാണ്. അപ്പോൾ നല്ല ഡീലാണ് കേട്ടോ. നിങ്ങളൊരു ആമസോണിൻ്റെ ഒരു ആപ്പിൾ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഡീലാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് മാറ്റിയാലും വിചാരിച്ചു. എൻ്റെ ഉള്ളത് ആപ്പിൾ വാച്ച് തന്നെയാണ്. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ അതിൽ എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് നമുക്ക് പഴയ വാച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്മാർട്ട് ഫോൺസ് മാത്രമല്ല, അതാണ് കുറച്ച് ബോറായി പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ പുതിയ ന്യൂസ് വന്നേക്കുന്നത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഉണ്ടല്ലോ, അത് അവർക്ക് ഇടയിലാണ് സംഭവം തന്നെയാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ആപ്പിളിനൊക്കെ കുറേ പണി കൊടുത്തിട്ട് Type-C സംഭവങ്ങളൊക്കെ ആക്കിയില്ലേ, അവരുടെ പുതിയ ഒരു ഡിമാൻഡാണ് വന്നേക്കുന്നത് ഇപ്പോൾ. അതായത് നിങ്ങളിപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം നമ്മൾ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നോർമലി 1 year വാറണ്ടി ഉള്ളൂ. അവർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ മിനിമം എല്ലാ ഇലക്ട്രോണിക് പ്രോഡക്ട്സുകൾക്കും മിനിമം 2 year വാറണ്ടി നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വാറണ്ടി പീരീഡിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് നമുക്കൊരു പ്രൊഡക്റ്റിന് കംപ്ലൈൻറ്റ് വന്നു, നമ്മളത് വാറണ്ടിയിൽ ശരിയാക്കി. പിന്നെ നമുക്ക് നോർമലി ബാക്കി വരുന്ന എങ്ങനെയാണ് ബാലൻസ് വാറണ്ടി 6 മാസമല്ലേ ഉള്ളൂ. ഇവർ പറഞ്ഞേക്കുന്നത് എപ്പോൾ നമ്മുടെ പ്രോഡക്ട്സുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നാൽ ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ട്സുകൾക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ 6 മാസം തൊട്ട് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 മാസം കണക്ക് കൂട്ടാണ്ട് ബാക്കി പിന്നെയും ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നോർമൽ വാറണ്ടി പോലെ 2 year കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അതൊരു കിടിലൻ സംഭവം തന്നെ കേട്ടോ. യൂറോപ്യൻ യൂണിയനെ ശരിക്കും കണ്ടുപഠിക്കും നമ്മളെ ഇന്ത്യയിലത്തെ ഇവിടുത്തെ കൺസ്യൂമർ ലോസ് ഒക്കെ. അവർ വായി നോക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടുന്നുണ്ടല്ലോ കിമ്പളം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടുപഠിക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയനെ കണ്ടുപഠിക്കണം. അവരൊക്കെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ റൂൾസ് ഇറക്കുന്നത്, എന്തൊക്കെ സംഭവങ്ങളൊക്കെ. ആപ്പിൾ ഇത്ര വലിയ കമ്പനിയുടെ ആപ്പിളിനടക്കം പണി കൊടുത്തവർ പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത ന്യൂസിലേക്ക് പോകാൻ നമുക്കിപ്പോൾ വാട്സപ്പ് ഇന്ത്യയിൽ നിർത്തി പോകുന്നു പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് അവരുടെ end-to-end എൻക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ആക്ച്വലി ഇത് വാട്സപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് ഒരു എന്താ പറയുക ട്രൂത്ത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോർട്ടോ അവരോട് end-to-end എൻക്രിപ്ഷൻ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യ വിട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് end-to-end എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ അയക്കുന്ന മെസ്സേജ് ഇപ്പോൾ ഞാൻ അയച്ച ആൾക്കാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വാട്സപ്പിന് പോലും കാണാൻ പറ്റില്ല. ആ പരിപാടി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും വാട്സപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് ട്രൂത്ത് അല്ലെങ്കിൽ കറക്റ്റ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത് നിർത്താൻ ആരും പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അതൊരു പ്രൈവസി പോളിസിയിലൊക്കെ വേണമെങ്കിൽ പെടുത്താവുന്ന സംഭവമാണ്. അങ്ങോട്ട് നമ്മൾ തമ്മിൽ അയക്കുന്ന സാധനം പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. വാട്സപ്പ് കമ്പനിക്ക് പോലും കാണാൻ പറ്റില്ല. അതൊരു പറഞ്ഞത് കറക്റ്റ് സംഭവം തന്നെയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് അറിയില്ല. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതിപ്പോൾ നിർത്താൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ ഉടായിപ്പോൾ കാണിക്കാൻ മിക്കത് അവരാണ് ചാൻസ് ഉള്ളത്. കോർട്ട് പറയാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അവർ പറയാണ്ട് ഇവരിങ്ങനെ പറയില്ലല്ലോ, ചുമ്മാ ആരെങ്കിലും നിർത്തിപ്പോന്ന് പറയില്ല. എന്ന് വെച്ചാൽ എത്ര വലിയ മാർക്കറ്റാണ് വാട്സപ്പിനൊക്കെ ഇന്ത്യ. അപ്പോൾ അവർ നിർത്തിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ ശരിക്കും കൺസ്യൂമറിന്റെ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനാണ് ശരിക്കും ഇത് end-to-end എൻക്രിപ്ഷൻ നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു മൂവ് തന്നെയാണ്. വാട്സപ്പിന് തന്നെയാണ് തംസപ്പ് വരുന്നത്.
അത് പക്ഷേ ആരെങ്കിലും ഇത് ഈ 2 ആൾക്കാരെ ആരെങ്കിലും ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ കോർട്ടോ പറയാണ്ട് അവർ ഇങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കില്ലല്ലോ. ഇവരാരെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ ഇങ്ങനെ റിപ്ലൈ ആരെങ്കിലും കൊടുക്കാണ്ട് ഒരു ചുമ്മാ ആരെങ്കിലും എൻ്റെ എൻക്രിപ്ഷൻ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ആരെങ്കിലും പറയില്ലല്ലോ. അതെന്തായാലും വാട്സപ്പിന് തന്നെ തംസപ്പ് കിട്ടാം. അപ്പോൾ ഈ 3 ന്യൂസാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ മെയിൻ 2 ചാനൽ കാണാൻ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.